ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഓൺലൈൻ കൊമേഴ്സ് ടീച്ചർ മുഹമ്മദ് ബഷീർ. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നാണ് നിങ്ങളുടെ കമൻസിൽ നിന്ന് മനസ്സിലാവുന്നത്. +2 ബിസിനസ് സ്റ്റഡീസ് വിദ്യാർത്ഥികളുടെ 6ാമത്തെ ചാപ്റ്ററായ സ്റ്റാഫിംഗ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വെൽക്കം ബാക്ക് ടു റിവിഷൻ ടോക്ക്. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സ്റ്റാഫിംഗ്, സ്റ്റാഫിങ്ങിൻ്റെ മീനിങ് എന്താണ്, സ്റ്റാഫിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കൂ, ഇവിടെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ഈ സെൻറ്റൻസിൽ നിന്നും സ്റ്റാഫിങ്ങിനെ കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ നമ്മൾക്ക് ഏവർക്കും കിട്ടുന്നതാണ്. എന്താണ് സ്റ്റാഫിംഗ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പുട്ടിങ് പീപ്പിൾ ഇൻ ടു ജോബ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പുട്ടിങ് പീപ്പിൾ ഇൻ ടു ജോബ്. ഉണ്ടോ? പുട്ടിങ് പീപ്പിൾ ഇൻ ടു ജോബ്. അപ്പോൾ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ജോലിയിലേക്ക് അവരെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലേ? നമുക്കറിയാം, ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളായി മാൻ പവർ പ്ലാനിംഗ് ഒക്കെ നടത്തിയ ഒരു സ്ഥാപനത്തിൽ എത്ര എംപ്ലോയീസ് വേണം എന്നുള്ളതുമായി ബന്ധപ്പെടുത്തിയും കൊണ്ടുള്ള കൃത്യമായ തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആവശ്യമായ ആളുകളെ നമ്മൾ റിക്രൂട്ട്മെൻറ്റിലൂടെ കണ്ടെത്തുകയും അവരെ സെലക്ട് ചെയ്യുകയും അവരെ പ്ലേസ് ചെയ്യുകയും ട്രെയിനിങ് കൊടുക്കുകയും ദെൻ അവർക്ക് കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള റെമ്യൂണറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വലിയ ഒരു ബൃഹത്തായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുള്ള ഒരു ഫംഗ്ഷനാണ്, മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് റിക്വയർഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ടു ഫിൽ വേരിയസ് ജോബ് പൊസിഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഉണ്ടോ? കൃത്യമായ ഒരു മീനിങ്ങിലേക്ക് നമുക്ക് പറയുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്കതിനെ അവതരിപ്പിക്കാം. സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ്, ഇറ്റ് ഈസ് എ പ്രോസസ്. ഇതൊരു പ്രക്രിയയാണ്. എന്തിനുള്ള പ്രക്രിയയാണ്? പ്രോസസ് ഓഫ് പ്രൊക്യൂർമെൻറ്റ്, പ്രൊക്യൂർ ചെയ്യാനുള്ള, അല്ലേ? നമുക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള, പ്രൊക്യൂർ ചെയ്യാനുള്ള, അങ്ങനെ പ്രൊക്യൂർ ചെയ്തുകൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, അല്ലേ? പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് റിക്വയർഡ് നമ്പർ ഓഫ് പേഴ്സൺസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ആളുകളെ കണ്ടെത്തിയും കൊണ്ട്, അല്ലേ? പേഴ്സൺസ് ടു ഫിൽ വേരിയസ് ജോബ് പൊസിഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. നമ്മുടെ ബിസിനസ്സിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ ജോബ് പൊസിഷൻസും ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന വളരെ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ്, ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. എന്തൊക്കെയാണ് സ്റ്റാഫിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കും? ഇവിടെ നമുക്ക് ആദ്യം ആ പോയിന്റുകളെല്ലാം ഓരോന്നോരോന്നായി പറഞ്ഞതിന് ശേഷം വളരെ ലഘുവായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇതിന് ഓരോന്നിനെ കുറിച്ചും ചിലപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സിലുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അല്ലേ? നമ്മൾ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് പഠിച്ചതുപോലെ, ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞതുപോലെ ഇവിടെ സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ്. നോക്കൂ എന്തൊക്കെയാണ്. ഒന്നാമതായിട്ട് മാൻ പവർ പ്ലാനിങ്. ഫസ്റ്റ് മാൻ പവർ പ്ലാനിങ് ആണ്. മാൻ പവർ നമ്മൾ എത്ര ആളുകൾ ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നടത്തേണ്ടതായി വരുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്, അല്ലേ? അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ നമുക്ക് ഇൻറ്റേർണൽ സോഴ്സസിൽ നിന്നോ എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്നോ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റിൽ ചർച്ച ചെയ്യുന്നതെങ്കിൽ, റിക്രൂട്ട്മെൻറ്റിൽ ഒരുപാട് ആളുകളെ നമ്മുടെ ജോബിലേക്ക് നമ്മൾ വിളിച്ചു കൂട്ടിയും കൊണ്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് സെലക്ഷനിലേക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് അത് പോകുന്നത്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കൃത്യമായിട്ടുള്ള പ്ലേസിൽ അവരെ പ്ലേസ് ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഓറിയൻറ്റേഷൻ കൊടുക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് നാലാമത്തത്. അഞ്ചാമത്തത് നോക്കൂ, അവരുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് അഞ്ചാമത്തത്. ആറാമത്തത് അവരുടെ പെർഫോമൻസിനെ, അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുന്ന പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്ന സ്റ്റെപ്പാണ് ആറാമത്തത്. ഏഴാമത് നോക്കൂ, പ്രൊമോഷൻ ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ്, അല്ലേ? അവരുടെ പ്രൊമോഷൻ, അവർക്ക് മറ്റുള്ള അവരുടെ കരിയർ അഡ്വാൻസ്മെൻറ്റ്, കരിയർ ഡെവലപ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളാണ് ഏഴാമതായിട്ട് വരുന്നതെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ആണ്. അവരുടെ റെമ്യൂണറേഷൻ, അല്ലേ? അവർ ചെയ്ത ജോലിക്ക് ഏത് രീതിയിലാണ് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള എട്ടാമത്തെ സ്റ്റെപ്പോടുകൂടി സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് അവസാനിക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് ഓരോന്നും എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ചെറിയൊരു വിലയിരുത്തൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. എന്താണ് മാൻ പവർ പ്ലാനിങ്? എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് കോൾഡ് മാൻ പവർ പ്ലാനിങ്. കേട്ടോ, വളരെ സിമ്പിളായ ഒരു ഡെഫിനിഷനാണ് മാൻ പവർ പ്ലാനിങ്ങിന് കൊടുത്തിരിക്കുന്നത്. എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി
ഓർഗനൈസേഷൻ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം നമുക്ക് എത്ര ആൾക്കാർ വേണം, മാൻ പവർ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതിനെയാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് സ്റ്റാഫ് റിക്വയർഡ് ബൈ ഓർഗനൈസേഷൻ ഫോർ ഫ്യൂച്ചർ പീരിയഡ്. ഭാവിയിലേക്ക് നമ്മൾക്ക് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലേക്ക് എത്രത്തോളം ആളുകൾ നമുക്ക് ആവശ്യമായി വരും. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് സ്റ്റാഫ്, അല്ലേ? എത്ര ആളുകൾ, ഏത് ടൈപ്പിലുള്ള ആളുകൾ, ടൈപ്പ് ഓഫ് സ്റ്റാഫ് റിക്വയർഡ് ബൈ എൻ ഓർഗനൈസേഷൻ ഫോർ എ ഫ്യൂച്ചർ പീരിയഡ്, അല്ലേ? അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡെസിഗ്നേഷനിലുള്ള, വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്വാളിഫിക്കേഷനിലുള്ള, വ്യത്യസ്തങ്ങളായിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള അത്ര ആളുകളെ നമ്മൾ കണ്ടെത്തുകയും, അല്ലേ? പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ നമ്പർ, എത്ര ആൾക്കാർ വേണമെന്ന് നമ്മൾ കണ്ടെത്തുകയും ദെൻ അങ്ങനെയുള്ള സ്റ്റാഫിനെ ഫ്യൂച്ചർ പീരീഡിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയും കൊണ്ടുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സ്റ്റെപ്പായിട്ടാണ് നമ്മൾ മാൻ പവർ പ്ലാനിങ്ങിനെ കാണുന്നത്. ഇറ്റ്സ് എയിം ഈസ് ടു അവോയ്ഡ് ഷോർട്ടേജ് ആൻഡ് എക്സസ് ഓഫ് മാൻ പവർ. രണ്ട് ലക്ഷ്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലേ? ഇറ്റ്സ് എയിം ഈസ് ടു അവോയ്ഡ് ഷോർട്ടേജ് നമ്മൾ പരിഹരിക്കുക. എംപ്ലോയീസ് ഇല്ലാത്തത് കൊണ്ട് പ്രൊഡക്ഷൻ നിന്ന് പോകുന്ന അല്ലെങ്കിൽ സ്ഥാപനം മുന്നോട്ട് റൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ അവിടെ ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ ഉള്ളതിനെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ മാൻ പവർ പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട എയിമും കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ് റിക്രൂട്ട്മെന്റ്. എന്താണ് റിക്രൂട്ട്മെന്റ്? റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ് ആൻഡ് സെൽഫ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ് ഇൻ ആൻ ഓർഗനൈസേഷൻ, അല്ലേ? നമ്മുടെ ജോലി ചെയ്യാൻ, നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തുകയും, സെർച്ചിങ് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്, നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തുകയും അവർ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യണം? സ്റ്റിമുലേറ്റിംഗ് ദം, അവരെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണം, പ്രേരിപ്പിക്കണം. എന്തിനു വേണ്ടി? ടു അപ്ലൈ ഫോർ ദ ജോബ്, ആ ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഈ പ്രസന്റേഷനിലൂടെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് പോസിബിൾ കാൻഡിഡേറ്റ് ഫോർ ദ ജോബ്, അല്ലേ? നമുക്ക് സാധ്യമായ ആളുകളെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട സോഴ്സസ് ആണ് റിക്രൂട്ട്മെന്റിനുള്ളത്. ഒന്നാമത്തത് ഇന്റേണൽ സോഴ്സ് എന്നും രണ്ടാമത്തത് എക്സ്റ്റേണൽ സോഴ്സ് എന്നും നമ്മൾ അതിനെ അറിയപ്പെടുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് സെലക്ഷൻ? മൂന്നാമത്തെ സ്റ്റെപ്പ് സെലക്ഷൻ ആണ്. സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ ബെസ്റ്റ് പേഴ്സൺ. ഉണ്ടോ? സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ ബെസ്റ്റ് പേഴ്സൺ. നമ്മൾ നേരത്തെ പറഞ്ഞ റിക്രൂട്ട്മെന്റിൽ ഒരുപാട് ആളുകളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ് ആയിരുന്നെങ്കിൽ അങ്ങനെ വന്നിരുന്ന ആളുകളിൽ നിന്നും ഏറ്റവും നല്ല ആളിനെ സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. കേട്ടോ, പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ് ഫോർ ദ ജോബ്. സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ ബെസ്റ്റ് പേഴ്സൺ ഔട്ട് ഓഫ് എ നമ്പർ ഓഫ് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ് ഫോർ ദ ജോബ്. ദ പർപ്പസ് ഓഫ് സെലക്ഷൻ ഈസ് ടു ചൂസ് ദ റൈറ്റ് പേഴ്സൺ. കേട്ടോ, ടു ചൂസ് ദ റൈറ്റ് പേഴ്സൺ, കൃത്യമായ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തുന്ന ചൂസ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ ജോബ് ആൻഡ് എലിമിനേറ്റിംഗ് ദ അൺസ്യൂട്ടബിൾ. അതോടൊപ്പം തന്നെ ആ ജോലിക്ക് പറ്റാത്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നെഗറ്റീവ് പ്രോസസ്സായിട്ടാണ് നമ്മൾ റിക്രൂട്ട്മെന്റിനെ ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. ഒരുപാട് ആളുകളെ വിളിച്ചു കൂട്ടുന്ന ഒരു പദ്ധതിയാണ് റിക്രൂട്ട്മെന്റ് എങ്കിൽ അതിൽ നിന്നും ആവശ്യമുള്ള ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളെ നമുക്ക് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ടാണ് സാധാരണ സെലക്ഷനെ നമ്മൾ വിളിക്കാറ് എന്നുള്ളതും കൂടി ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. ദെൻ പ്ലേസ്മെന്റിന്റെ ഓറിയന്റേഷൻ നോക്കൂ. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. പ്ലേസ്മെന്റ്. എന്താണ് പ്ലേസ്മെന്റ്? പ്ലേസ്മെന്റ് റെഫേഴ്സ് ടു ദ എംപ്ലോയീസ് ഓക്യുപ്പൈയിങ് ദ പോസ്റ്റ് ഫോർ വിച്ച് ഹി ഹാസ് ബീൻ സെലക്റ്റഡ്. അയാളെ സെലക്ട് ചെയ്യപ്പെട്ട പോസ്റ്റിലേക്ക് അയാളെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്ലേസ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ആ സ്ഥാനം അയാൾ ഏറ്റെടുക്കുകയാണ്. ആ തരത്തിൽ അയാളെ നമ്മൾ ആ ജോബിലേക്ക് പ്ലേസ് ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നതെങ്കിൽ ഓറിയന്റേഷൻ. പ്ലേസ്മെന്റ് മാത്രമല്ല, ഇവിടെ രണ്ട് പോയിന്റുകൾ ചേർന്നതാണിത്. ഒന്നാമത് പ്ലേസ്മെന്റ്, രണ്ടാമത്തത് ഓറിയന്റേഷൻ ആണ്. എന്താണ് ഓറിയന്റേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓറിയന്റേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് ഫെമിലിയറൈസിംഗ് ദ സെലക്റ്റഡ് എംപ്ലോയി വിത്ത് ദെയർ വർക്ക്, ജോബ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണ്, അല്ലെ, അവരുടെ ജോബിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ ഫോളോ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇവിടെയും രണ്ട് ഭാഗങ്ങൾ വരുന്നുണ്ട്, അല്ലേ? ഒന്ന് ട്രെയിനിങ് ആണ്, രണ്ടാമത്തെ ഡെവലപ്മെന്റ് ആണ്. എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്? ഈസ് ദ പ്രോസസ് ബൈ വിച്ച് knowledge skill ability of workers are increased, അല്ലേ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് നോളജ്, സ്കിൽ ആൻഡ് എബിലിറ്റി ഓഫ് ദി വർക്കേഴ്സ് ആർ ഇൻക്രീസ്ഡ്. അപ്പോൾ ഒരു വ്യക്തിയുടെ, ഒരു എംപ്ലോയിയുടെ അദ്ദേഹത്തിൻ്റെ നോളജ്, സ്കിൽ, എബിലിറ്റി ഒക്കെ തന്നെ ഇൻക്രീസ് ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ത്രൂ ട്രെയിനിങ് ദ വർക്കേഴ്സ്
മൊറയിൽ വലിയ ഇൻക്രീസ് അല്ലേ. അപ്പോൾ ട്രെയിനിങ്ങിലൂടെ വർക്കേഴ്സിൻ്റെ മൊറയിൽ കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ആൻഡ് ദ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വിൽ ബി സ്ട്രെങ്തൻഡ്. അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ തന്നെ നമുക്ക് ഈ ട്രെയിനിങ്ങിലൂടെ ഒരാളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഇതിലൂടെ പറയുന്നത്. നോക്കൂ, അടുത്ത് നോക്കൂ, പെർഫോമൻസ് അപ്രൈസലാണ്. പെർഫോമൻസ് അപ്രൈസൽ മീൻസ് ഇവാലുവേറ്റിംഗ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്, വിലയിരുത്തുകയാണ്. അയാളുടെ പെർഫോമൻസ്, അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അയാൾ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണ് എന്ന് അയാളെ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. പെർഫോമൻസ് എഗെയിൻസ്റ്റ് സെർട്ടൻ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ പെർഫോമൻസിനെ നമ്മൾ അപ്രൈസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അയാൾക്കൊരു ഒരു നിശ്ചിത അളവ് അയാൾ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയുന്നത് പോലെയുള്ള ഒരു കൃത്യമായ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പപ്പ് ചെയ്യുകയും അത് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടാകുമ്പോൾ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് പെർഫോമൻസ് ഒരാളുടെ വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. ഫോർ ദിസ് വി ഹാവ് ടു സെറ്റ് സ്റ്റാൻഡേർഡ്. കണ്ടോ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്താലാണ് അയാളുടെ പെർഫോമൻസിനെ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്റ്റാൻഡേർഡ് വിച്ച് ഷുഡ് ബി known to the employee and after evaluation they must be given necessary feedback. അതുമായി ബന്ധപ്പെടുത്തിയും കൊണ്ട് അവർക്കുള്ള ഫീഡ്ബാക്കും നമ്മൾ കൊടുക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുകയും അതുമായിട്ട് കമ്പയർ ചെയ്യുകയും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അറിയിക്കുകയും ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഇൻഫർമേഷൻസും കൂടെ കൊടുക്കുന്ന പ്രവർത്തനത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിംഗ് ആണ്. പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിംഗ്. പ്രൊമോഷൻ മീൻസ് മൂവ്മെൻറ്റ് ഓഫ് എംപ്ലോയി ഫ്രം ഹിസ് പ്രസൻറ്റ് ജോബ് ടു ഹയർ ലെവൽ ജോബ്. കണ്ടോ, പ്രൊമോഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള പോസ്റ്റിൽ നിന്നും അതിൻ്റെ ഒരു ഹയർ പൊസിഷനിലേക്ക് അയാൾ മാറുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ പ്രൊമോഷൻ എന്ന് പറയുന്നത്. മാനേജേഴ്സ് മസ്റ്റ് എൻകറേജ് എംപ്ലോയി ടു ഗ്രോ ആൻഡ് മാക്സിമൈസ് ദെയർ പൊട്ടൻഷ്യൽ. തീർച്ചയായിട്ടും എല്ലാ മാനേജേഴ്സും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവരെ പ്രേരിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അവരെ എൻകറേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എംപ്ലോയീസ് ടു ഗ്രോ, കൂടുതൽ വളർച്ചയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി അവരെ എൻകറേജ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മാക്സിമൈസ് ദെയർ പൊട്ടൻഷ്യൽ, അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നൊരുക്കങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മാനേജേഴ്സിനുണ്ട് എന്നാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുക. ദ ചേഞ്ചസ് ഫോർ പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ് ഈസ് ദ ചാൻസസ് ആണ്, ചേഞ്ചസ് അല്ല. ദ ചാൻസസ് ഫോർ പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ് ഈസ് എസെൻഷ്യൽ ടു മേക്ക് ദ എംപ്ലോയി സാറ്റിസ്ഫൈഡ് അല്ലേ. അപ്പോൾ എപ്പോഴും അതിനുള്ള പ്രൊമോഷനുള്ള ചാൻസ് ഉണ്ടാവണം, കരിയർ പ്ലാനിങ്ങിനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ മാത്രമാണ് ഓരോ എംപ്ലോയിയും എന്താവുന്നത്, കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്കിതിലൂടെ സാധിക്കുമെന്നുള്ളതും കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് പറയാവുന്നതാണ്. ദെൻ കോമ്പൻസേഷൻ അല്ലേ. അവരുടെ കോമ്പൻസേഷൻ മീൻസ് വാട്ട് എംപ്ലോയീസ് അല്ലേ. Compensation means what employees are receive in return for their efforts contributed to the organization. അവർ ആ സ്ഥാപനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് എന്ത് റിട്ടേൺ ആണ് അവർക്ക് തിരിച്ചു കിട്ടുന്നത് എന്നുള്ളതാണ് കോമ്പൻസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ഫെയർ ആൻഡ് റീസണബിൾ. കോമ്പൻസേഷൻ എപ്പോഴും എന്തായിരിക്കണം, ഒരു ഫെയർ ആയിരിക്കണം, അത് റീസണബിൾ ആയിരിക്കണം. അത് അവർ കിട്ടുന്ന എമൗണ്ട് കൊണ്ട് അവരുടെ ജീവിത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ രീതിയിലുള്ള റീസണബിൾ എമൗണ്ട് ഉണ്ടാവണം. അത് ഫെയർ ആയിരിക്കണം, ഇക്വിറ്റബിൾ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് കോമ്പൻസേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സാണ് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ് ആണ്. എന്തൊക്കെയാണ് സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യം, എന്തൊക്കെയാണ്? ഡിസ്കവർ ആൻഡ് ഒബ്റ്റെയിൻ കോമ്പിറ്റൻറ്റ് പേഴ്സണൽ ഫോർ വേരിയസ് ജോബ് അല്ലേ. നമുക്ക് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു, അതോടൊപ്പം തന്നെ ഒബ്റ്റെയിൻ നമുക്ക് കിട്ടുന്നു. കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകളെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോബ് പൊസിഷനിലേക്ക് നമുക്ക് കിട്ടുന്നതിന് സ്റ്റാഫിംഗ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, ടു സെലക്ട് ആൻഡ് പ്ലേസ് റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് ജോബ് അല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് ജോബ് എന്ന് പറയുന്നത്. ആൻഡ് ദെർ ബൈ ഇൻക്രീസ് ദെയർ പെർഫോമൻസ്. അതോ അങ്ങനെ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിൽ എംപ്ലോയ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും? ദെർ ബൈ ഇൻക്രീസ് ദെയർ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, ടു എൻഷുർ കണ്ടിന്യൂസ് സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് ദി എന്റർപ്രൈസ്. നമ്മുടെ സ്ഥാപനത്തിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവൈവലും ഗ്രോത്തും ഒക്കെ തന്നെ സ്റ്റാഫിങ്ങിലൂടെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളത്. നാലാമത്തെ പോയിന്റ് നോക്കൂ, ഇറ്റ് എൻഷുർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി റിസോഴ്സസ്, ഫിസിക്കൽ, ഫിനാൻഷ്യൽ, ഹ്യൂമൻ അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള റിസോഴ്സസുകളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ പോയിന്റും അവസാനത്തെ പോയിന്റ് നോക്കൂ, ടു ഇംപ്രൂവ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറൈൽ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ജോബ് സാറ്റിസ്ഫാക്ഷനും മൊറൈലും ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അവർ നല്ല സ്വഭാവമുള്ള അച്ചടക്കമുള്ള തൊഴിലാളികളായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി സ്റ്റാഫിംഗ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ അഞ്ചാമത്തെ പോയിന്റിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ദെൻ ഇനി നമ്മൾ റിക്രൂട്ട്മെന്റിലേക്കാണ് പോകുന്നത്. എന്താണ് റിക്രൂട്ട്മെന്റ് അല്ലേ? എന്താണ് റിക്രൂട്ട്മെന്റ്? റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ് ഇൻ
ദി ഓർഗനൈസേഷൻ എന്ന് ആ പോയിന്റ് നമ്മൾ നേരത്തെ ആദ്യത്തെ സ്ലൈഡുകളിൽ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് റിക്രൂട്ട്മെന്റിൽ വരുന്ന കാര്യങ്ങൾ നോക്കാം. ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്സാർ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് വരുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ആദ്യം നമ്മൾ ഏതൊക്കെ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമതായിട്ട് അസസ്മെന്റ് ഓഫ് ദെയർ കോസ്റ്റ് ആൻഡ് വാലിഡിറ്റി. അതിന്റെ കോസ്റ്റും വാലിഡിറ്റിയും ഒക്കെ തന്നെ നമ്മൾ അസസ് ചെയ്യണം. മൂന്നാമതായിട്ട് ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സോഴ്സസ്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോഴ്സ് ഏതാണ് എന്ന് നമ്മൾ ചൂസ് ചെയ്യണം. ദെൻ ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഘട്ടങ്ങളിലൂടെയാണ് റിക്രൂട്ട്മെന്റ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് ഇതൊക്കെ. ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതിൽ ഇന്റേണൽ സോഴ്സസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്, എക്സ്റ്റേണൽ സോഴ്സസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഡിമെറിറ്റ് എന്താണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഈ ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തു പോകാം. ഒന്നാമതായിട്ട് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ പ്രത്യേകത ബിസിനസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആളുകളെ വേക്കൻസി പൊസിഷനിലേക്ക് ആളുകളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ട്രാൻസ്ഫറിലൂടെ. ഒരാളെ ഒരു പൊസിഷനിൽ നിന്ന് അല്ലേ, നമുക്ക് നോക്കൂ, ഒരു ട്രാൻസ്ഫറിൻ്റെയും പ്രൊമോഷൻ്റെയും തമ്മിലുള്ള വ്യത്യാസവും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള പോസ്റ്റിലെ അതേ പോസ്റ്റിലേക്ക് തന്നെ മറ്റൊരു ഏരിയയിലേക്ക് അയാളെ മാറ്റുമ്പോഴാണ് അയാളുടെ എന്ത് വ്യത്യാസപ്പെടുന്നില്ല, റിമ്യൂണറേഷനിൽ വ്യത്യാസപ്പെടുന്നില്ല, സ്റ്റാറ്റസ് വ്യത്യാസപ്പെടുന്നില്ല. ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്കോ അതേ പോസ്റ്റിലേക്ക് അയാളെ മാറ്റുമ്പോഴാണ് നമ്മൾ അതിന് ട്രാൻസ്ഫർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത് സാമ്പത്തികമായിട്ട് നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിൽ മാറ്റം വരുന്നില്ല. ഇതൊന്നും മാറ്റം വരുത്താതെ ഒരു വ്യക്തിയെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ലോവർ പൊസിഷനിൽ നിന്നും ഒരു ഹയർ പൊസിഷനിലേക്ക് അയാളുടെ സ്റ്റാറ്റസ് മാറിയും കൊണ്ട് അയാളുടെ റിമ്യൂണറേഷൻ മാറിയും കൊണ്ട് അയാളെ നമ്മൾ മാറ്റം വരുത്തുമ്പോഴാണ് നമ്മൾ പ്രൊമോഷൻ എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിലെ രണ്ട് പ്രധാനപ്പെട്ട സോഴ്സസുകളാണ്, ഒന്ന് ട്രാൻസ്ഫർ, രണ്ടാമത്തത് പ്രൊമോഷൻ. അടുത്തതായിട്ട് നമുക്ക് എക്സ്റ്റേണൽ സോഴ്സസിലേക്ക് വരാവുന്നതാണ്. ഒന്നാമത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലേ. ഒരു സ്ഥാപനത്തിന് തന്നെ അവിടെയുള്ള എംപ്ലോയീസിനെ ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യാവുന്നതാണ്. അവർ തന്നെ നോട്ടീസ് ബോർഡിൽ നമ്പർ ഓഫ് വേക്കൻസീസ് എത്രയാണ് എന്നുള്ളതൊക്കെ അറിയിച്ചുകൊണ്ട് അപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ആ രീതിയിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലും ധാരാളം അപേക്ഷകരുണ്ടാവും. അങ്ങനെയുള്ള അൺസോളിസിറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കൻസിനെ എടുത്തുകൊണ്ട് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സസിലെ രണ്ടാമത്തത് കാഷ്വൽ കോളേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് അഡ്വർടൈസ്മെന്റ് ആണ്. എല്ലാവർക്കും അറിയാം നമുക്ക് ആവശ്യമായ എംപ്ലോയീസ് എത്ര എന്നുള്ളതുമായി ബന്ധപ്പെടുത്തിയും കൊണ്ടുള്ള എണ്ണവും അതിന്റെ ക്വാളിഫിക്കേഷനും മറ്റ് വ്യവസ്ഥകളും ഒക്കെ തന്നെ പത്രങ്ങളിലൂടെയോ മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെയോ ടെലിവിഷൻ പോലെയുള്ള അത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയോ ഒക്കെ തന്നെ നമ്മൾ അറിയിക്കുകയും അത്തരത്തിൽ ആളുകളെ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. നമുക്കറിയാം ധാരാളം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നതും എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിലെ നാലാമത്തെ പോയിന്റ് ആണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ. ദെൻ പ്ലേസ്മെന്റ് ഏജൻസികളുണ്ട്. ധാരാളം പ്ലേസ്മെന്റ് ഏജൻസികൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പം പ്ലേസ്മെന്റ് ഏജൻസികളെ നമുക്ക് സമീപിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നമുക്കറിയാം വളരെ വ്യാപകമായ രീതിയിൽ ഇന്ന് നടന്നു വരുന്നു. ക്യാമ്പസുകളിൽ നിന്നും നമുക്ക് വിദ്യാർത്ഥികളെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത്തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ദെൻ റെക്കമെൻഡേഷൻസ് ഓഫ് ദി എംപ്ലോയീസ്. നിലവിലുള്ള എംപ്ലോയീസിന്റെ റെക്കമെൻഡേഷനാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള എംപ്ലോയീസ് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള തൊഴിലാളികളെ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ എംപ്ലോയ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ള എംപ്ലോയീസിനെ അവർ കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആവുമെന്നുള്ളത് വളരെ സ്വാഭാവികമായി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെക്കമെൻഡേഷൻസ് ഓഫ് ദി എംപ്ലോയീസ് നമ്മൾ പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. അങ്ങനെയുള്ള നിലവിലുള്ള എംപ്ലോയീസ് റെക്കമെൻഡ് ചെയ്യുന്ന ആളുകൾ എടുക്കുന്ന ഒരു പ്രവണത പല സ്ഥാപനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലേബർ കോൺട്രാക്ടേഴ്സ്. നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുമ്പോൾ തന്നെ നൂറുകണക്കിന് ആളുകൾ ചിലപ്പോൾ ലേബർ കോൺട്രാക്ടേഴ്സ് ആയിട്ട് അല്ലേ, കോൺട്രാക്ട് വർക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. നമ്മുടെ സ്ഥാപനത്തിൻ്റെ തന്നെ പല പ്രവർത്തനങ്ങളും നമ്മൾ കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അവരുടെ കീഴിൽ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ ഇവിടെ മെയിൻ പോസ്റ്റുകൾ വാക്കൻസി വരുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകളെ ഈ മേഖലയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനെയാണ് ലേബർ കോൺട്രാക്ടേഴ്സ്. ഇത് ഒരു എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. നമുക്കറിയാം വെബ്സൈറ്റിലൂടെയും മറ്റുമൊക്കെ തന്നെയുള്ള ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെബ് പബ്ലിഷിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ആളുകളെ എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് 9ാമത്തെ പോയിന്റ്. വെബ് പബ്ലിഷിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഡ് ഓൺ ടെലിവിഷൻ അല്ലേ, ടെലിവിഷൻ അതേപോലെയുള്ള മാധ്യമങ്ങളിലൊക്കെ തന്നെ ആഡ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആളുകളെ കണ്ടെത്താവുന്നതാണ്. ഇതൊക്കെ ഈ ഇങ്ങനെ 10 പോയിന്റുകളാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിൽ ട്രാൻസ്ഫറും പ്രൊമോഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ്, ഇന്റേണൽ സോഴ്സസിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1ാമത്തെ പോയിന്റ് നോക്കൂ, എംപ്ലോയി വിൽ ബി ലോയൽ ആൻഡ് മോട്ടിവേറ്റഡ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് അല്ലേ. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മെറിറ്റ്സ് ഓഫ് ദി ഇന്റേണൽ സോഴ്സ് ആണ്. ഇന്റേണൽ സോഴ്സസിൻ്റെ മെറിറ്റിൽ 1ാമത്തത് എംപ്ലോയി വിൽ ബി ലോയൽ, എംപ്ലോയി കുറച്ചും കൂടെ ലോയൽ ആവും, മോട്ടിവേറ്റഡ് ആവും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. 2ാമതായിട്ട് എന്താ, സിംപ്ലിഫൈസ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്. നമുക്കറിയാം വലിയൊരു പ്രോസസ് ഇല്ല, ട്രാൻസ്ഫർ പ്രൊമോഷനിലൂടെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ആളുകളെ കണ്ടെത്താൻ പറ്റും എന്നുള്ളത് കൊണ്ട് സിംപ്ലിഫൈസ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് 2ാമതായിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ പോയിന്റ് നോക്കൂ, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഹയർ പോസ്റ്റ് ടു ദ പ്രസന്റ് എംപ്ലോയീസ് അല്ലേ. കൂടുതൽ അവസരങ്ങൾ കിട്ടുകയാണ് ഏതിന്, നിലവിലുള്ള എംപ്ലോയീസിന്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഹയർ പോസ്റ്റ് ടു പ്രസന്റ് എംപ്ലോയീസ്, നിലവിലുള്ള എംപ്ലോയീസിന് ഉയരങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് 3ാമതായിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4ാമതായിട്ട് ദർ വിൽ ബി നോ സർപ്ലസ് വർക്ക് ഫോഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. നമുക്കറിയാം എവിടെയെങ്കിലും കൂടുതൽ വർക്ക് ഫോഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ അവിടെ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അല്ലേ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ദർ വിൽ ബി നോ സർപ്ലസ് വർക്ക് ഫോഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതോടൊപ്പം തന്നെ 5ാമതായിട്ട് ഇന്റേണൽ സോഴ്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് സോഴ്സ്. ഇത് ഏറ്റവും കുറഞ്ഞ വില കുറഞ്ഞ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വളരെ കുറഞ്ഞ ഒരു സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആയിട്ട് വളരെ കുറഞ്ഞ വളരെ എക്കണോമിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആളുകളെ കണ്ടെത്താൻ പറ്റുന്ന ഒരു സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കാറ്. ഇത്രയുമാണ് മെറിറ്റ്സ് ഓഫ് ദി ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ദെൻ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ ഡീമെറിറ്റ്സ് ആണ് ഇന്റേണൽ സോഴ്സസിനുള്ളത് എന്നാണ്. എന്തൊക്കെ ഡീമെറിറ്റ്സ് ആണ്, റെഡ്യൂസസ് ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ന്യൂ കാൻഡിഡേറ്റ് അല്ലേ. നമ്മുടെ ഇന്റേണൽ സോഴ്സസിൽ നിന്നും ആളുകൾ എടുക്കുമ്പോൾ, പ്രൊമോഷനിലൂടെ ആളുകൾ എടുക്കുമ്പോൾ, ട്രാൻസ്ഫറിലൂടെ ആളുകൾ എടുക്കുമ്പോൾ നമുക്ക് പുതിയ ആളുകൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നതിനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. 2ാമത്തെ പോയിന്റ് നോക്കൂ, മേക്കിംഗ് ദ എംപ്ലോയി ലേസി ബിക്കോസ് ഓഫ് ദ ഷുവർ ചാൻസ് ഓഫ് പ്രൊമോഷൻ അല്ലേ. നിലവിലുള്ള ആളുകൾ തന്നെ കൂടുതൽ ലേസി ആവാനുള്ള, അവർ കുറച്ചും കൂടെ അശ്രദ്ധരാവാനുള്ള സാഹചര്യം കൂടുന്നു. കാരണം അവർക്ക് എന്തായാലും പ്രൊമോഷൻ കിട്ടും, അവർക്ക് എന്തായാലും ട്രാൻസ്ഫർ കിട്ടും, അല്ലെങ്കിൽ അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടും. നിലവിലുള്ള വേക്കൻസീസ് മുകളിൽ ഒഴിവ് വരുമ്പോൾ അവരാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുക എന്നുള്ളത് അവരെ കുറച്ചും കൂടെ നിരുത്സാഹപ്പെടുത്തുന്ന എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായി വർക്ക് ചെയ്യപ്പെടാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നുള്ളതാണ് 2ാമതായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡീമെറിറ്റ് എന്ന് പറയുന്നത്. 3ാമത്തെ പോയിന്റ് നോക്കൂ, ചാൻസ് ഓഫ് റെഡ്യൂസിങ് പ്രൊഡക്ടിവിറ്റി ബൈ ഫ്രീക്വന്റ് ട്രാൻസ്ഫർ അല്ലേ. പലപ്പോഴും നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ നടത്തി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് മുൻകൂട്ടി കാണാവുന്നതാണ്. 4ാമത്തെ പോയിന്റ് നോക്കൂ, റെഡ്യൂസ് ദ ചാൻസ് ടു ബിൽഡ് എ സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ. അതോടൊപ്പം തന്നെ റെഡ്യൂസ് ദ ചാൻസ്, അവിടെ ചാൻസ് കുറവാണ് എന്നാണ് പറയുന്നത്. എന്തിനുള്ള ചാൻസ് കുറവാണ്, ടു ബിൽഡ് എ സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീഷൻ്റെ സ്പിരിറ്റ് കുറയും. കാരണം സ്വാഭാവികമായിട്ടും ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവിടെ പിന്നെ കോമ്പറ്റീഷൻ്റെ ആവശ്യമില്ല. ഏറ്റവും നന്നായി കോമ്പറ്റ് ചെയ്യുന്ന, ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ആളുകൾക്കായിരിക്കില്ല പലപ്പോഴും നമ്മൾ എന്ത് കൊടുക്കുന്നത്, പ്രൊമോഷനും മറ്റുള്ള ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ അവർ എന്താണ് കുറച്ചും കൂടെ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, റെഡ്യൂസ് ദ ചാൻസ് ടു ബിൽഡ് സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ കുറയാനുള്ള ചാൻസ് ആണ് നമ്മളവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നോ ഓർഗനൈസേഷൻ ക്യാൻ ഫിൽ ഓൾ ഇറ്റ്സ് വേക്കൻസീസ് ഫ്രം ഇന്റേണൽ സോഴ്സസ്. അതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഡീമെറിറ്റ് ആണ്. ഒരു സ്ഥാപനത്തിനും അവൻ്റെ എല്ലാ വേക്കൻസികളും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇന്റേണൽ സോഴ്സസിൽ നിന്നും ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും എക്സ്റ്റേണൽ സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതും ഇന്റേണൽ സോഴ്സസിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇന്റേണൽ സോഴ്സസിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നേരത്തെ 10ഓളം എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? 1ാമതായിട്ട് നമുക്ക് നോക്കാം, ക്വാളിഫൈഡ് പേഴ്സൺസ് ക്യാൻ ബി അട്രാക്റ്റഡ്. ഏറ്റവും കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അട്രാക്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. 2ാമതായിട്ട് പ്രൊവൈഡ് വൈഡ് ചോയ്സ് ടു ദ ഓർഗനൈസേഷൻ അല്ലേ. പ്രൊവൈഡ് വൈഡ് ചോയ്സ് ആണ്, നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് അവിടെ. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ പ്രത്യേകത. 3ാമതായിട്ട് നോക്കൂ, ബ്രിങ്ങിങ് ബെനിഫിറ്റ് ഓഫ് ഫ്രഷ് ടാലൻസ് അല്ലേ. നമുക്ക് എപ്പോഴും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് പുറമെ നിന്നുള്ള ആളുകൾ വരുമ്പോൾ പുതിയ ഫ്രഷ് ബ്ലഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ബ്രിങ്ങിങ് ബെനിഫിറ്റ്സ് ഓഫ് ഫ്രഷ് ടാലൻറ്റ്, ഫ്രഷ് ആയിട്ടുള്ള ടാലൻറ്റ് പുതുതായിട്ട് ബിസിനസ്സിൽ
ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് മൂന്നാമത്തെ ഇതിൻ്റെ മെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. നാലാമത്തെ പോയിന്റ് നോക്കൂ, പ്രൊവൈഡ് സ്കോപ്പ് ഫോർ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റാഫ്. നിലവിലുള്ള സ്റ്റാഫിൻ്റെ ഇടയിൽ തന്നെ അല്ലേ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്നും ആളുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിലവിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രൊവൈഡ് സ്കോപ്പ് ഫോർ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റാഫ്. നിലവിലുള്ള ആളുകൾ കുറച്ചും കൂടെ കോമ്പറ്റേറ്റീവ് ആവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് നാലാമത്തെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. എക്സ്റ്റേണൽ സോഴ്സസിന് ഇനി പറയാൻ പോകുന്ന ഡീമെറിറ്റ്സുകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ്? ഒന്ന്, ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. നമുക്കറിയാം ഓരോ പ്രോസസ്സും വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ്ലി ആണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, ലീഡ്സ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് ദി പ്രസന്റ് എംപ്ലോയീസ്. നിലവിലുള്ള എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരുപാട് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അസംതൃപ്തി ഉണ്ടാവും. നിലവിലുള്ള എംപ്ലോയീസ് അസംതൃപ്തരാകുമെന്നാണ് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കൂ, ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ഡ്യൂ ടു ലെങ്തി പ്രോസസ്സ്. ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് ടൈം കൺസ്യൂമിങ് ആണ് എന്നാണ് ഇതിൻ്റെ മൂന്നാമത് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ വിമർശനങ്ങളായിട്ട് ഉന്നയിക്കുന്ന പോയിന്റുകളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഡീമെറിറ്റ്സ് ഓഫ് ദി എക്സ്റ്റേണൽ സോഴ്സസ്. അടുത്തതായിട്ട് നമ്മൾ സെലക്ഷനിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം വലിയൊരു ചാപ്റ്ററാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡിൽ ഡിസ്കസ് ചെയ്തത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ മൊത്തം ചാപ്റ്ററും ഒന്ന് റിവിഷൻ നടത്താൻ പറ്റണമെന്നുള്ളതാണ് റിവിഷൻ ടോക്ക് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് സ്പീഡിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ മാൻ പവർ പ്ലാനിങ് നമ്മൾ പറഞ്ഞു, റിക്രൂട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞു. റിക്രൂട്ട്മെൻറ്റിൽ എപ്പോഴും എക്സാമിന് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ആ ഭാഗങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സെലക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ ബെസ്റ്റ് പേഴ്സൺ ഔട്ട് ഓഫ് എ നമ്പർ ഓഫ് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ് ഫോർ ദ ജോബ്. ഒരുപാട് ആളുകളെ നമ്മൾ റിക്രൂട്ട്മെൻറ്റിലൂടെ കണ്ടെത്തിയിട്ടുള്ള ആളുകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ ബെസ്റ്റ് പേഴ്സൺ. കണ്ടോ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ സെലക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെലക്ഷൻ ശരിക്കും ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. സെലക്ഷനിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ റിക്രൂട്ട്മെൻറ്റിൽ നിന്നും എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളെ പറ്റി പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഒക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെ ഇവിടെ സെലക്ഷൻ്റെ സ്റ്റെപ്സ് വളരെ പ്രധാനപ്പെട്ടാണ്. സെലക്ഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയാം, സെലക്ഷൻ്റെ പ്രോസസ്സ് എന്ന് പറയാം. ഇത് ഒരുപാട് സ്ലൈഡുകളാക്കിയിട്ട് കൂട്ടി നീട്ടി പരത്തി പറയാതെ വളരെ ചുരുക്കി നമുക്ക് വളരെ കണ്ടന്റ് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. സെലക്ഷൻ്റെ പ്രോസസ്സിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിലിമിനറി സ്ക്രീനിങ് ആണ്. നമുക്കറിയാം ഒരു ജോലിയിലേക്ക് അപേക്ഷകൾ അയക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൽ ധാരാളം ആളുകൾ ചിലപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഏജ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഏജിലുള്ള ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഏജ് വേണ്ട 18 ഇയേഴ്സ് ആണെങ്കിൽ അത് തികയാത്ത ആളുകൾ ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുണ്ടാവും, ആ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ടാവും. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ കൂടെ വെക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ആളുകളെ കണ്ടെത്തി അവരെ അതിൽ നിന്നും സ്ക്രീൻ ചെയ്യുന്ന ആ പ്രിലിമിനറി സ്ക്രീനിങ് ആണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയയാണ് പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് സെലക്ഷൻ ടെസ്റ്റുകളാണ്. നമുക്ക് പലതരത്തിലുള്ള സെലക്ഷൻ ടെസ്റ്റുകളുണ്ട്. ഓരോ ടെസ്റ്റുകളും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ എളുപ്പം നമുക്ക് പറഞ്ഞു പോകാവുന്നതാണ്. ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ IQ ലെവലിനെ നമ്മൾ മെഷർ ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന്. അപ്പം ചില കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാറുണ്ട്. IQ ലെവൽ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് നോക്കൂ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അല്ലേ. എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ആപ്റ്റിറ്റ്യൂഡ് ഓഫ് എ കാൻഡിഡേറ്റ് ടുവേർഡ്സ് ദ ജോബ്. ഒരു പ്രത്യേക ജോബിലേക്ക് അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ടെസ്റ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ പ്രത്യേകത? ടു മെഷർ ദി ഇമോഷൻസ്, റിയാക്ഷൻസ്, വാല്യൂസ്, മെച്യൂരിറ്റി അല്ലേ. ഒരാളുടെ ഇമോഷൻസ്, അതായത് അയാളുടെ റിയാക്ഷൻസ്, അയാളുടെ വാല്യൂസ്, അയാൾ എന്തൊക്കെ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ട്, അയാൾ എത്രത്തോളം മെച്ചോർഡാണ് എന്നുള്ളതൊക്കെ തന്നെ അസസ് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നതെങ്കിൽ ട്രേഡ് ടെസ്റ്റിൻ്റെ പ്രത്യേകത ദ ട്രേഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ എക്സിസ്റ്റിംഗ് സ്കിൽ. ഒരാളിലുള്ള നിലവിലുള്ള ഒരു സ്കില്ല് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്രേഡ് ടെസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ടെസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് പാറ്റേൺ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഇൻവോൾവ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ ടു ഡു എ പർട്ടിക്കുലർ ജോബ് എന്നുള്ളതാണ്. പാറ്റേൺ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഇൻവോൾവ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ, ഒരാളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ അയാളുടെ ഒരു പാറ്റേൺ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അയാളുടെ പാറ്റേൺ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അയാളുടെ ഇൻവോൾവ്മെൻറ്റ് എന്താണ് എന്നുള്ളത്
ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സെലക്ഷൻ ടെസ്റ്റുകൾ, ചിലപ്പോൾ സെലക്ഷൻ ടെസ്റ്റുകൾ മാത്രം എക്സാമിന് ചോദിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഏരിയ ഒക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വേണം. അപ്പോൾ നമ്മൾ പ്രിലിമിനറി സ്ക്രീനിങ് നടത്തി സെലക്ഷൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ ആണ്. നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റിലേക്ക് നമുക്ക് എളുപ്പത്തിൽ വരാവുന്നതാണ് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്കാണ്. പെട്ടെന്ന് ചിലപ്പോൾ അത് ഇതുവരെ പറഞ്ഞ 3 പോയിന്റ് പോലെ പെട്ടെന്ന് അതങ്ങ് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഞാനൊരു അല്പം എക്സ്പ്ലനേഷൻ ആ കാര്യം നടത്താൻ ആഗ്രഹിക്കുകയാണ്. റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്താണ്? നമ്മളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ പറ്റുന്ന ആളുകളെക്കുറിച്ചുള്ള അതിനെയാണ് നമ്മൾ റെഫറൻസ് എന്ന് പറയുന്നത്. എ റെഫറൻസ് ഈസ് എ സോഴ്സ് ഫ്രം വിച്ച് യൂസ്ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ് ക്യാൻ ബി സോട്ട്. അല്ലേ? അപ്പം നമുക്ക് ജോലിക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന ആളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരം തരാൻ പറ്റുന്ന ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം അവരോടും കൂടെ അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഇയാൾ അപ്ലൈ ചെയ്യുക. അപ്പം പ്രിലിമിനറി സ്ക്രീനിങ് നമ്മൾ നടത്തി കഴിഞ്ഞു, സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞു, ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞ് റെഫറൻസ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്തു, ഇയാൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ പോയി അന്വേഷണം നടത്തി, റെഫറൻസ് നമുക്ക് തന്നിരിക്കുന്ന ആളുകളുടെ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് അയാളെ പറ്റി കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടത്തി അയാൾ ഈ ജോലിക്ക് പറ്റുന്ന ആളാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പായിട്ട് നമുക്ക് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്കിനെ കാണാവുന്നതാണ്. ദെൻ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ സെലക്ഷൻ ഡിസിഷനാണ്. അവിടെയാണ് നമ്മൾ ഇയാളെ ജോലിക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ ഡിസിഷനിലേക്ക് വരുന്നു. ദെൻ സെലക്ഷൻ ഡിസിഷൻ കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അല്ലേ? അപ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ അയാൾ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ നമ്മൾ അയാളുടെ ജോബ് ഓഫർ, അല്ലേ, അപ്പോയിൻമെൻറ്റ് ഓർഡർ എന്നൊക്കെ പറയുന്നത് പോലെ ജോബ് ഓഫർ നമ്മൾ അയാൾക്ക് നൽകുകയാണ്. സ്വാഭാവികമായിട്ടും അയാൾ വരികയും നമ്മളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്നതോടെ നമ്മുടെ ഒരു എംപ്ലോയി ആയിട്ട് അയാൾ മാറുകയും ചെയ്യുന്ന. അപ്പോൾ 8ഓളം സ്റ്റെപ്സാണ് എന്തിനുള്ളത്? സെലക്ഷനുള്ളത്. എല്ലാ സ്റ്റെപ്സും വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ആ പോയിന്റ് കേട്ടാൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സാണ്. എല്ലാ പോയിന്റും, ഈ 8 പോയിന്റും അങ്ങനെയുള്ളതാണ്. സെലക്ഷൻ ഈ ടെസ്റ്റുകൾ മാത്രമാണ് കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോകാം. പ്രിലിമിനറി സ്ക്രീനിങ്, സെലക്ഷൻ ടെസ്റ്റ്, മൂന്നാമതായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ, നാലാമതായിട്ട് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്കാണ്, അഞ്ചാമതായി സെലക്ഷൻ ഡിസിഷൻ, ആറാമതായിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ, ഏഴാമത്തത് ജോബ് ഓഫർ, എട്ടാമത്തത് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട്. അപ്പം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റനും കൂടിയാണ് സെലക്ഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, സെലക്ഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് പോവാണ്. ഇവിടെ 2 കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ട്രെയിനിങ് ആണ്, രണ്ടാമത് ഡെവലപ്മെൻ്റ് ആണ്. എന്താണ് ട്രെയിനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രെയിനിങ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ നോളജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് എൻ എംപ്ലോയി ടു പെർഫോം എ പർട്ടിക്കുലർ ജോബ് ഈസ് ഇൻക്രീസ്ഡ്. അല്ലേ? അപ്പോൾ ഒരു ജോലി ചെയ്യാനുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു ജോലിയെക്കുറിച്ചുള്ള ഒരാളുടെ അറിവ് അല്ലെങ്കിൽ അയാളുടെ സ്കില്ല്, ആ ജോലി ചെയ്യാനുള്ള അയാളുടെ സ്കില്ല് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്ന പ്രക്രിയയാണ്? അല്ലേ? ആ ആറ്റിറ്റ്യൂഡ് അതെല്ലാം ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത് ട്രെയിനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ട്രെയിനിങ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് നോളജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് എൻ എംപ്ലോയി ടു പെർഫോം എ പർട്ടിക്കുലർ ജോബ് ഈസ് ഇൻക്രീസ്ഡ്. കണ്ടോ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ന്യൂ സ്കിൽ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് നോളജ്. അപ്പോൾ ഇവിടെ ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ്. അല്ലേ? അപ്പോൾ ലേൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ്. പുതിയ സ്കിൽസും അതിൻ്റെ അപ്ലിക്കേഷൻസും അതുമായി ബന്ധപ്പെട്ട അറിവുകളും ഒക്കെ കരസ്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രെയിനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ചിലപ്പോൾ എക്സാമിന് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഏതൊരു കാര്യത്തിൻ്റെയും ഡിഫറൻസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ ഏരിയയെക്കുറിച്ചുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു നോളജ് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്താണ് ട്രെയിനിങ്? പ്രോസസ് ഓഫ് ഇൻക്രീസിങ് നോളജ് ആൻഡ് സ്കിൽ. ഇവിടെ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് നോളജ് ആൻഡ് സ്കിൽ, ഒരു വ്യക്തിയുടെ നോളജും അതേപോലെ തന്നെ സ്കില്ലുമൊക്കെ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നതെങ്കിൽ പ്രോസസ് ഓഫ് ലേണിംഗ്, കണ്ടോ? പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടേംസ് ശ്രദ്ധിക്കുക. പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ആണ്. അടുത്ത പോയിന്റ് നോക്കൂ. ഇമ്പാർട്ടിംഗ് നോളജ് ആൻഡ് സ്കിൽ ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഇവിടെ ഇമ്പാർട്ടിംഗ് നോളജ് ആണ് ആൻഡ് സ്കിൽ ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്തരത്തിലുള്ള നോളജിനെയും സ്കില്ലിനെയും നമ്മൾ അയാളിലേക്ക് എന്ത് ചെയ്യണം? ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടു എനേബിൾ ഓവറോൾ ഗ്രോത്ത് ഓഫ് ദി എംപ്ലോയി. ഇവിടെ ഓവറോൾ ഗ്രോത്ത് ആണ്. ഒരു വ്യക്തിയുടെ, ഒരു എംപ്ലോയിയുടെ ഒരു ഓവറോൾ ഗ്രോത്തിനെ ബേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ജോബ് ഓറിയൻറ്റഡ് പ്രോസസ് ആണെങ്കിൽ ഇത് കരിയർ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. നമുക്ക് കൂടുതൽ വ്യക്തത വരികയാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത്. ഒന്ന് ജോബ്
ഓറിയൻറ്റഡ് പ്രോസസ് ആണെങ്കിൽ ഒന്ന് കരിയർ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. ഒന്നൊരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് ആണെങ്കിൽ ഒന്ന് ലോങ് ടേം പെർസ്പെക്റ്റീവാണ്. ഒന്നിനെ ഷോർട്ട് ടേം പെർസ്പെക്റ്റീവായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഒന്നിനെ ഒരു ബ്രോഡ് സെൻസിൽ ലോങ് ടേം പെർസ്പെക്റ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ റോൾ ഓഫ് ദ ട്രെയിനർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രെയിനിങ്ങിൽ ട്രെയിനറുടെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ നമ്മൾ ഡെവലപ്മെൻറ്റിൽ ഇറ്റ് ഈസ് സെൽഫ് ഡ്രിവൺ എന്നാണ് നമ്മൾ പറയാറ്. അത് സെൽഫ് ഡ്രിവൺ ആണ്. നമുക്ക് തന്നെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കിയും കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്നത്. ഈ പോയിന്റ്സ് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ 5ഓളം പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 5ഓളം പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കൃത്യമായി എന്താണ് ട്രെയിനിങ്, എന്താണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്ക് കിട്ടുന്നതിന് ഇത് ഉപകരിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ടു ദ ഓർഗനൈസേഷൻ. നമുക്കറിയാം ഈ ട്രെയിനിങ് കൊണ്ട് രണ്ട് ആളുകൾക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ഓർഗനൈസേഷനാണ്, രണ്ടാമത്തെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എംപ്ലോയിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് എന്തൊക്കെയാണ്, ഓർഗനൈസേഷൻ അതുകൊണ്ടുണ്ടായ നേട്ടം എന്തൊക്കെയാണ്, എംപ്ലോയിക്ക് അതുകൊണ്ടുണ്ടായ നേട്ടം എന്തൊക്കെയാണ് എന്നുള്ളത് പറയുമ്പോഴും മാത്രമാണ് അത് പൂർണ്ണമാവുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ടു ദ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് നോക്കൂ, ഇറ്റ് എനേബിൾസ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി. ഇറ്റ് എൻഹാൻസസ്, എനേബിൾസ് അല്ല, ഇറ്റ് എൻഹാൻസസ്, ഇത് എൻഹാൻസ് ചെയ്യുന്നു. ഇറ്റ് ഇൻക്രീസസ്, അല്ലേ, അത് വർദ്ധിപ്പിക്കുന്നു. എന്ത്? എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് ഇത് ഉപകാരപ്രദമാകുന്നു. ഇറ്റ് ഇൻക്രീസ് മൊറൈൽ ഓഫ് എംപ്ലോയി ആൻഡ് റെഡ്യൂസസ് എംപ്ലോയി ടേൺ ഓവർ. അപ്പോൾ മൊറൈൽ കൂടുന്നു എന്നുള്ളത് മാത്രമല്ല, എംപ്ലോയി ടേൺ ഓവർ, എംപ്ലോയി കൊഴിഞ്ഞു പോകുന്നതിനെയാണ് എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത്. എംപ്ലോയീസ് ഒരു സ്ഥാപനത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്നതിനെയാണ് നമ്മുടെ എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത്. അത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റിസൾട്ട് ഇൻ എലിമിനേഷൻ ഓഫ് വേസ്റ്റേജ് ആൻഡ് ദെയർ ബൈ റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ വേസ്റ്റേജ് ഒക്കെ നമുക്ക് വളരെ കുറച്ചുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് മൂന്നാമത്തെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നാലാമത്തെ നോക്കൂ, ട്രെയിൻഡ് എംപ്ലോയി നീഡ് ലെസ് സൂപ്പർവിഷൻ. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവിടെ കൂടുതൽ സൂപ്പർവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. സൂപ്പർവിഷൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. കൃത്യമായി ഇങ്ങനെ ക്ലോസ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യാതെ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയി കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് നാലാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഒബ്റ്റെയിൻ ഇഫക്റ്റീവ് റെസ്പോൺസ് ടു ചേഞ്ചിങ് എൻവയോൺമെന്റ്. പലപ്പോഴും ഇറ്റ് ഹെൽപ്സ് ടു obtain effective response to changing environment. ചേഞ്ച് ചെയ്യുന്ന ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൽ കൃത്യമായി ഒരു ട്രെയിനിങ് കിട്ടിയ എംപ്ലോയി ആണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം അവിടെ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുമെന്നുള്ളത്. ഇറ്റ് ഹെൽപ്സ് ടു ഒബ്റ്റെയിൻ ഇഫക്റ്റീവ് റെസ്പോൺസ് ടു ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് ആണോ. ഇഫക്റ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ്, പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കനുസൃതമായി മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു പ്രേരണ അത്തരത്തിലുള്ള എംപ്ലോയീസിന്, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസിന് ഉണ്ടാവുമെന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ടു ദ എംപ്ലോയി. എംപ്ലോയിക്ക് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് 5 പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. ഇറ്റ് ഇംപ്രൂവ്സ് ദ സ്കിൽ ആൻഡ് നോളജ് ഓഫ് എംപ്ലോയി, അല്ലേ, എംപ്ലോയിയുടെ സ്കില്ലും നോളജും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു. ട്രെയിനിങ് ഇംപ്രൂവ്സ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയി, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസിങ് ട്രെയിനിങ് ഇൻക്രീസസ് ദ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറൈൽ ഓഫ് എംപ്ലോയി, എംപ്ലോയിയുടെ മൊറൈലും സാറ്റിസ്ഫാക്ഷനും ഒക്കെ വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ ഇത് ഉപകരിക്കുന്നു. ഇറ്റ് മേക്സ് ദ എംപ്ലോയി മോർ എഫിഷ്യൻറ്റ് ടു ഹാൻഡിൽ ദ മെഷീൻസ്, അല്ലേ, ഇറ്റ് മേക്സ് ദ എംപ്ലോയി മോർ എഫിഷ്യൻറ്റ്, അയാളെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കി മാറ്റുന്നതിനും അതോടൊപ്പം തന്നെ മെഷീനുമൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് അയാളെ പ്രാപ്തനാക്കുന്നതിനുമൊക്കെ തന്നെ ഇത് ഉപകരിക്കുന്നു. ട്രെയിനിങ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് ആക്സിഡൻറ്റ്. കൃത്യമായി ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു എംപ്ലോയി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ആക്സിഡൻറ്റുകളൊക്കെ തന്നെ കുറയ്ക്കുന്നതിന് വേണ്ടി, അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉപകാരപ്പെടുന്നു എന്നുള്ളതൊക്കെ എംപ്ലോയീസിന് ഇതുകൊണ്ടുണ്ടാകുന്ന ട്രെയിനിങ് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളാണ്. അപ്പോൾ നമ്മൾ 2 കാറ്റഗറി ആയിട്ടാണ് ട്രെയിനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്ന് ട്രെയിനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്, ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രെയിനിങ്ങിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് എന്നാണ്. 2 മെത്തേഡായിട്ടാണ് നമ്മൾ സാധാരണ മെത്തേഡുകളെ പറയാറ്. ഒന്ന് ഓൺ ദ ജോബ് മെത്തേഡാണ്, രണ്ടാമത്തത് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനുശേഷം എന്തൊക്കെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകൾ. രണ്ടാമതായിട്ട് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകൾ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചർച്ചയിലൂടെ നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടർ ദി ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്, the worker learn by doing the work
അറ്റ് വർക്ക് പ്ലേസ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് സൂപ്പർവൈസർ. ഒരു സൂപ്പർവൈസറുടെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ വർക്ക് പഠിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലേണിംഗ് വൈൽ ഡൂയിങ് എന്നുള്ളതാണ്. ലേണിംഗ് വൈൽ ഡൂയിങ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദി സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നമ്മൾ ലേൺ ചെയ്തുകൊണ്ട്, അല്ലേ, കാര്യങ്ങൾ ജോലി ചെയ്തുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഓൺ ദ ജോബ് ട്രെയിനിങ്. ദെൻ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആണ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? This is meant to equip the trainee with technical knowledge and expertise for doing a job. In this system, a trainee learns by doing work under an experienced hand. Skills required for an electrician, welder, plumber, etc. are imparted in this manner. അപ്പോൾ എക്സാമ്പിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. നോക്കൂ, ദിസ് ഈസ് മീൻ ടു എക്യുപ് ദ ട്രെയിനി വിത്ത് ടെക്നിക്കൽ നോളജ്, അല്ലേ? ഒരാളെ കൃത്യമായ അയാളുടെ ടെക്നിക്കൽ നോളജ് ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നതിന് വേണ്ടി, ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരിശീലനം, അല്ലെ, ടെക്നിക്കലായിട്ടുള്ള നോളജൊക്കെ തന്നെ കൃത്യമായി പരിശീലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് മെത്തേഡായിട്ട് നമുക്കിതിനെ വിളിക്കാനായിട്ട് സാധിക്കും. ഇൻ ദി സിസ്റ്റം ട്രെയിനി ലേൺസ് ബൈ ഡൂയിങ്. അവിടെ ട്രെയിനി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസറുടെ കീഴിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ജോലികളൊക്കെ പഠിക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ദെൻ സ്കിൽസ് റിക്വയർഡ് ഫോർ ഇലക്ട്രീഷ്യനെ പോലെ, അല്ലെങ്കിൽ പ്ലംബേഴ്സിനെ പോലെ, അല്ലെങ്കിൽ വെൽഡേഴ്സ് പോലെയുള്ള ആളുകൾ ഈ രീതിയിൽ ട്രെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരെ അത്തരത്തിൽ എക്യുപ്ഡ് ആക്കി മാറ്റുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആയിട്ട് നമുക്കതിനെ കാണാവുന്നതാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്. രണ്ടാമതായിട്ട് കോച്ചിങ് ആണ്, അല്ലേ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് കോച്ചിങ് എന്ന് പറയുന്നത്. കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്തൊരു ഭാഗമാണ്. അണ്ടർ കോച്ചിങ് ദ സൂപ്പർവൈസർ ഗൈഡ്സ്, അല്ലേ, ആൻഡ് ഇൻസ്ട്രക്ട് ദ ട്രെയിനി ആസ് എ കോച്ച്. അവിടെ സൂപ്പർവൈസർ അയാളെ ഒരു ട്രെയിനി ആയിട്ട്, അല്ലേ, ഒരു പിന്നെ എന്താ പറയുക, അണ്ടർ കോച്ചിങ് സൂപ്പർവൈസർ ഗൈഡ് ആൻഡ് ഇൻസ്ട്രക്ട്, അയാൾ ഗൈഡ് ചെയ്യുകയാണ്, അതേപോലെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ദ ട്രെയിനി ആസ് എ കോച്ച്, ഒരു കോച്ചായി കൊണ്ടാണ് അവിടെ ആ കാര്യങ്ങളൊക്കെ തന്നെ നിർവഹിക്കുന്നത്. ദ കോച്ച് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദി ട്രെയിനി. അതോടൊപ്പം തന്നെ കോച്ചിങ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ആൻഡ് പ്രൊവൈഡ് സജഷൻസ് ഫോർ ഇംപ്രൂവ്മെന്റ്, അല്ലേ? അവിടെ എങ്ങനെയൊക്കെ അവർക്ക് ഇംപ്രൂവ്മെന്റ് നടത്താൻ പറ്റുമെന്നുള്ളതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സജഷൻസ് അയാൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഇന്റേൺഷിപ്പാണ്. നമുക്കറിയാം, ധാരാളം ബിസിനസ് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് ഇന്റേൺഷിപ്പ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് എ ജോയിന്റ് വെഞ്ചർ പ്രോഗ്രാം ഓഫ് ട്രെയിനിങ് ഇൻ വിച്ച് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിസിനസ് ഫേം കോപ്പറേറ്റ്, അല്ലേ? ഹിയർ സ്റ്റുഡൻസ് വിൽ ബി സെൻഡ് ടു ബിസിനസ് ഓർഗനൈസേഷൻ ഫോർ ട്രെയിനിങ് ടു അക്വയർ പ്രാക്ടിക്കൽ നോളജ്. അവർ തിയറട്ടിക്കലായിട്ട് പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നതിന് വേണ്ടി ബിസിനസ് സ്ഥാപനങ്ങളും അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തമ്മിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോബ് റൊട്ടേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പേര് കേൾക്കുന്ന സമയത്ത് തന്നെ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോയിന്റാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. എന്താ? അണ്ടർ ജോബ് റൊട്ടേഷൻ എംപ്ലോയി വിൽ ബി ഷിഫ്റ്റഡ് ഫ്രം വൺ പൊസിഷൻ ടു അനദർ. എംപ്ലോയീസിനെ നമ്മൾ ഓരോ പൊസിഷനിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലേ? ഓർ വൺ ജോബ് ടു അനദർ, ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ആസ് എ പാർട്ട് ഓഫ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി. അപ്പോൾ ഓരോ ജോലിയും അദ്ദേഹം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ സ്ഥാപനത്തിലുള്ള മുഴുവൻ ജോലികളും കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഒരു നോളജ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ജോബ് റൊട്ടേഷനെ പറയാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ട്രെയിനിങ് ഗിവൺ ടു എംപ്ലോയി ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസ്, അല്ലേ? അത് ഓഫ് ദ ജോബാണ്, വർക്ക് ചെയ്യുന്ന സ്ഥലത്തല്ല, ഓഫ് ദ ജോബ്. മറ്റേ നമ്മൾ പറഞ്ഞത് ഓൺ ദ ജോബ് എന്ന. ഈസ് കോൾഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഇറ്റ് ഈസ് ലേണിംഗ്, അല്ലേ? ഇറ്റ് ഈസ് ലേണിംഗ് ബിഫോർ ഡൂയിങ്. ഇറ്റ് ഈസ് ലേണിംഗ് ബിഫോർ ഡൂയിങ്. അവിടെ ലേൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ കാര്യം പഠിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്കതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നോക്കാം, അല്ലേ? ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്. ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ് ഇതിലൊരു മെത്തേഡാണ്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡിലെ ഒരു പ്രധാനപ്പെട്ട മെത്തേഡായിട്ട് ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്. കൂടുതൽ നമുക്ക് എക്സ്പ്ലനേഷൻ വേണ്ടാത്തൊരു ഭാഗമായതുകൊണ്ട് ഞാൻ ഇത് വളരെ പെട്ടെന്ന് അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. ദെൻ ഫിലിം ഷോ, അല്ലേ? അതും നമുക്ക് ഒരു പറയുന്നതിൽ നിന്ന് തന്നെ എന്താണെന്ന് വ്യക്തമാകും. ഫിലിം ഷോസ് ആർ യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് സ്കിൽസ് ദാറ്റ് ആർ നോട്ട് ഈസിലി റെപ്രസെൻറ്റഡ് ബൈ അതർ ടെക്നിക്സ്. മറ്റുള്ള ടെക്നിക്സ് കൊണ്ട് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്തരത്തിലുള്ള
വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫിലിം ഷോയിലൂടെ കൊടുത്തുകൊണ്ട് അല്ലേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ക്ലാസ് റൂം ഡിസ്കഷൻ്റെ ഭാഗമായും കൊണ്ട് അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടും വേണമെങ്കിൽ നമുക്ക് ഈ ഫിലിം ഷോ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആളുകളെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി സഹായകമാകുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, കേസ് സ്റ്റഡി. എന്താണ് കേസ് സ്റ്റഡി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേസസ് ആർ ആക്ച്വൽ എക്സ്പീരിയൻസസ് അല്ലെ, മാനേജേഴ്സിൻ്റെ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്തുണ്ടായ അവരുടെ എക്സ്പീരിയൻസസ് ആണ് കേസസ് എന്ന് പറയുന്നത്. വിച്ച് എ മാനേജർ അല്ലെ അയാൾ ഫേസ് ചെയ്ത അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ കേസസ് ആയിട്ട് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. വൈൽ ഡിസ്ചാർജിങ് ദെയർ ഡ്യൂട്ടി, അയാളുടെ ജോലി ചെയ്യുന്ന സമയത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ കേസസ് ആയിട്ട് എടുക്കുന്നത്. ട്രെയിനീസ് ആർ ആസ്ക്ഡ് ടു സ്റ്റഡി ദ കേസ്. എന്നിട്ട് നമ്മൾ ട്രെയിനീസിനോട് ആവശ്യപ്പെടുകയാണ് ഈ കേസിനെ പറ്റി കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി. സ്റ്റഡി ദ കേസ് ടു ഡിറ്റർമിൻ ദ പ്രോബ്ലം ആൻഡ് അനലൈസ് ദ കോസ് ടു ഡെവലപ്പ് അല്ലെ സൊല്യൂഷൻ. അത് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നതിന് വേണ്ടി അവർക്ക് അത് ഒരു എക്സസൈസ് ചെയ്യുന്നത് പോലെ അവർക്കത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ കേസ് അവർക്ക് കൊടുക്കുകയും ആ രീതിയിൽ അവരതിനെ അനലൈസ് ചെയ്തുകൊണ്ട് ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതുമായി ബന്ധപ്പെടുത്തിയും കൊണ്ടുള്ള ആൻസറിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാഠ്യ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ കേസ് സ്റ്റഡി എന്നുള്ളത് കൊണ്ട് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ദെൻ കമ്പ്യൂട്ടർ മോഡലിംഗ് ആണ് മറ്റൊന്ന്. എന്താണ് കമ്പ്യൂട്ടർ മോഡലിംഗ്? കമ്പ്യൂട്ടർ മോഡലിംഗ് ഈസ് എ ട്രെയിനിങ് മെത്തേഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. കണ്ടോ, ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ മോഡലിംഗ് ഈസ് എ ട്രെയിനിങ് മെത്തേഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. നമുക്ക് വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത നോക്കൂ, പ്രോഗ്രാംഡ് ലേണിംഗ്. അണ്ടർ ദിസ് മെത്തേഡ് എ ട്രെയിനി ആർ പ്രൊവൈഡഡ് വിത്ത് എ സെറ്റ് ഓഫ് ലേണിംഗ് മൊഡ്യൂൾസ്. ഇവിടെ ഒരു സെറ്റ് ഓഫ് ലേണിംഗ് മൊഡ്യൂൾസ് ആണ് നമ്മൾ ട്രെയിനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് ദ എയിം ഓഫ് അക്വയറിംഗ് സ്പെസിഫിക് സ്കിൽ ആൻഡ് നോളജ്. ഒരു പ്രത്യേക സ്കില്ലും നോളജും ഒക്കെ അക്വയർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഒരു കൃത്യമായിട്ടുള്ള ലേണിംഗ് മൊഡ്യൂൾ നമ്മൾ കൊടുക്കുന്നു. ദീസ് മൊഡ്യൂൾസ് ആർ പ്രിപ്പയർഡ് ഇൻ മീനിങ് ഫുൾ സീക്വൻഷ്യൽ ഓർഡർ. ഈ മൊഡ്യൂളുകളൊക്കെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഒരു മീനിങ് ഫുൾ സീക്വൻഷ്യൽ ഓർഡറിലാണ്, ഒരു പ്രത്യേക സീക്വൻസിലാണ് നമ്മളത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ദ ട്രെയിനി മസ്റ്റ് ഗോ ത്രൂ ദ ഇൻഫർമേഷൻ ബൈ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. അവിടെ വരുന്ന ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ആൻസർ ചെയ്തുകൊണ്ട് ദ ട്രെയിനി മസ്റ്റ് ഗോ ത്രൂ ദ ഇൻഫർമേഷൻ, അതിൽ വരുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഓരോ ഇൻഫർമേഷൻസിനും കൃത്യമായി ആൻസർ കൊടുത്തുകൊണ്ട് അല്ലേ, ബൈ ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, അതിലുള്ള ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, അത് വിട്ട ഭാഗം പൂരിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെ ആ നോളജ് കരസ്ഥമാക്കുന്ന സ്കില്ല് കരസ്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാംഡ് ലേണിംഗ് ആണ് ഇവിടെ ഒരു മെത്തേഡായിട്ട് നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്ത നോക്കൂ, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. എന്താണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അണ്ടർ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എ ഡമ്മി മോഡൽ ഓഫ് ആക്ച്വൽ വർക്ക് പ്ലേസ് ഈസ് ക്രിയേറ്റഡ്. ഇവിടെ ഒരു ഡമ്മി മോഡലാണ്. അപ്പോൾ ഒരു ഡമ്മി മോഡൽ ഓഫ് ആക്ച്വൽ വർക്ക് പ്ലേസ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് എംപ്ലോയീസ് ആർ ട്രെയിൻഡ് ഓൺ ഡമ്മി മോഡൽ. ആ ഡമ്മി മോഡൽ ഉപയോഗിച്ചുകൊണ്ടാണ് അവരവിടെ പഠനം നടത്തുന്നത് എന്നുള്ളതാണ്. ഹിയർ ട്രെയിനിങ് ഈസ് ഗിവൺ ബൈ പ്രൊവൈഡിങ് ആക്ച്വൽ വർക്ക് സിറ്റുവേഷൻ. നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ അതേപോലെയുള്ള ഒരു സാഹചര്യം നമ്മൾ എന്ത് ചെയ്യാണ്? ഹിയർ ട്രെയിനിങ് ഈസ് ഗിവൺ ബൈ പ്രൊവൈഡിങ് ആക്ച്വൽ വർക്ക് സിറ്റുവേഷൻ ഔട്ട്സൈഡ് ദ ഫാക്ടറി. ഫാക്ടറിക്ക് പുറത്ത് അതുപോലെയുള്ള ഒരു സാഹചര്യം ഒരുക്കിയും കൊണ്ട് ആളുകളെ കൃത്യമായി ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഇത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഗിവിംഗ് ട്രെയിനിങ് ഇൻ സെയിം ജോബ് ഫോർ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺ. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഗിവിംഗ് ട്രെയിനിങ് ഇൻ സെയിം ജോബ് ഫോർ, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ ചേർത്തുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് ട്രെയിനിങ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, കൃത്യമായി പരിശീലനം നൽകാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മെത്തേഡാണ് ഈ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ പോർഷൻസ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സ്പീഡിലാണ് നമ്മളൊക്കെ പറഞ്ഞു പോയത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് റിവിഷൻ നടത്തുന്നതിന് വേണ്ടി ഇത് ഉപകാരപ്രദമാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഭാഗം പലപ്പോഴായിട്ട് എക്സാമിന് ചോദിച്ച ഭാഗമാണ്. റിക്രൂട്ട്മെന്റിലെ ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ. അതോടൊപ്പം തന്നെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് നേരത്തെ ചോദിച്ച ഭാഗങ്ങളാണ്. സെലക്ഷൻ്റെ സ്റ്റെപ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ഒരുപാട് അതുപോലെ ട്രെയിനിങ്ങിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നിരവധി തവണ ചോദിച്ച ചോദ്യങ്ങളാണ് എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.